പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി പ്രസക്തിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനുണ്ടായിരുന്ന തന്റെ ഇടം ഇപ്പോഴില്ലാത്തത് എന്തുകൊണ്ടാണ്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനുണ്ടായിരുന്ന തന്റെ ഇടം ഇപ്പോഴില്ലാത്തത് എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തെങ്കിലും അന്ന് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഈ തന്റെ ഇടന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? താങ്കൾ ഉപയോഗിച്ച വാക്കാണ് അന്ന് തന്റെ ഇടം കാണിച്ചു എന്ന് പറഞ്ഞ് താങ്കൾ ആ വാക്ക് തിരിച്ചു ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇല്ല, ഞാനത് വീണ്ടും ആവർത്തിക്കും. അതാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. അന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അന്ന് നിങ്ങളെ പോലുള്ള ചില മാധ്യമങ്ങൾ മീഡിയ ഞാൻ ഉന്നയിക്കുന്നില്ല, വെളുപ്പിനെ പുലർച്ചെ പാതിരാത്രിക്കോ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ആരെങ്കിലും ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ? അതാ പറഞ്ഞ ആ തന്റെ ഇടം ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല. അതാണ് എന്റെ ചോദ്യം. ആ തന്റെ ഇടം നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? പുലർക്കാല അറസ്റ്റ് ചെയ്യേണ്ട, രാത്രിയും ചെയ്യണം, പട്ടാപ്പകൽ അറസ്റ്റ് ചെയ്യാലോ. അദ്ദേഹം നാട്ടിലൂടെ നടക്കുന്ന ഒരാളാണല്ലോ, അത് ഒളിവിലൊന്നുമല്ല. ഇതുവരെ അദ്ദേഹം നാട്ടിലൂടെ നടക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അല്ല അജിംസെ ജാമ്യം നിഷേധിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തിനാണ് ഈ ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുന്നത്? അങ്ങനെ പ്രകോപനങ്ങളൊന്നും വീടുന്ന ഗവൺമെന്റ് നല്ലത്. അങ്ങനെയാണെങ്കിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള അവസരം കൊടുക്കാതെ പുലർക്കാല വീട്ടിൽ നിന്ന് പൊക്കിയത്? ഇതേ മാനദണ്ഡം തന്നെ. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താനുള്ള കാരണം എന്താ അറിയോ? തിരുവനന്തപുരത്ത് അല്ല, അജിംസിനെ പറഞ്ഞു പോവാതെ ഞാനെന്ന് പറയട്ടെ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. തൃക്കാക്കര ഇലക്ഷനിൽ നടന്ന സംഭവം എന്താ? അദ്ദേഹത്തിനെ ജാമ്യത്തിലെടുത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയ PC ജോർജിനെ എഴുന്നള്ളിച്ചോണ്ട് തൃക്കാക്കര ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം റോഡ് ഷോ നടത്തി. നിങ്ങൾക്കറിയാവോ? മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തൃക്കാക്കര ജനങ്ങൾ അംഗീകരിച്ചോ? ഉള്ള വോട്ടോടെ പോവായിരുന്നു ആ പാർട്ടിക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും കാണാനുള്ള ദീർഘദൃഷ്ടിയോ അതിനൊന്നും കാണാനുള്ള ശേഷിയില്ലേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്ക്? അങ്ങ് പറഞ്ഞതിലാണ് എന്റെ ചോദ്യം. അറസ്റ്റ് ചെയ്ത് ഇനി എങ്ങാനും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ, ജാമ്യം ഇപ്പോൾ ഓൾറെഡി തള്ളിയിട്ടുണ്ട്, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ BJP അദ്ദേഹത്തെ കൊണ്ടുവന്ന് റോഡ് ഷോ നടത്തും. അതുവഴി BJPയുടെ വോട്ട് കുറയും. അതാണോ നിങ്ങളുടെ കൺസേൺ? അല്ല, അതെങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കണം? അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ഞാനത് തുറന്നു പറഞ്ഞതല്ലേ. ഇപ്പൊ ഇവിടെ എന്റെ ചോദ്യം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ കാണിച്ചുവെന്ന് റജി ലൂക്കോസ് തന്നെ പറയുന്ന ആ തന്റെ ഇടം ഇപ്പോൾ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ന് ചേക്കേറിയ ഒരു വ്യക്തിനെ അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ആ തൃക്കാക്കര കൊണ്ട് എഴുന്നള്ളിപ്പ് നടത്തി 2 ദിവസം അടുപ്പിച്ച് അദ്ദേഹത്തിന് റോഡ് ഷോ നടത്തിയ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള പാർട്ടി എന്ന് പറയുന്നത്. അന്ന് അത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാ? ഇതുപോലെ മതവിദ്വേഷം നടത്തുന്ന നാട്ടിലെ ഇപ്പൊ മതസൗഹാർദ്ദത്തിനെയും മതേതരത്തിനെയും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല ലംഘിച്ച ഒരാളെ, നിയമവ്യവസ്ഥ ലംഘിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള തന്റെ ഇടം വീണ്ടും ഞാൻ പറയുന്നു. അത് കാണിച്ചൊരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അങ്ങ് പറയുന്ന തന്റെ ഇടത്തെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഇപ്പോൾ തന്റെ ഇടം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എവിടെയാ തന്നടം ചോർന്നു പോകുന്നത്? നിങ്ങൾ എങ്ങനെ ഇപ്പൊ തന്നടം ചോർന്നു പറയുന്നത്? അത് എന്ത് റീസണിന്റെ പേരില? അന്ന് നിങ്ങൾ കേസെടുത്ത് പുലർക്കാല അന്ന് നിങ്ങൾ കേസെടുത്ത് പുലർക്കാല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി. പിന്നീട് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി. ഇന്ന് കേസെടുത്ത് അദ്ദേഹത്തിന് ജാമ്യം പോകാനുള്ള അവസരം കൊടുത്തു. ഇപ്പോൾ ഇത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് മണിക്കൂറുകളാവുന്നു, അറസ്റ്റില്ല. ജാമ്യം ലഭിക്കാനുള്ള അവസരം കിട്ടുന്നതൊക്കെ ഇങ്ങനെയാണ് അജിംസ ഇങ്ങനെ വാദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് അന്ന് അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ ഒരു നിമിഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ അദ്ദേഹം ജാമ്യം കൊടുക്കുമായിരുന്നു, ജാമ്യത്തിന് പോകുമായിരുന്നു. ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല, അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി പോകുന്നു. ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നു, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നു, പുലർക്കാല അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്താൽ തന്റെ ഇടം ഇപ്പോൾ പോലീസിന് എന്തുകൊണ്ടില്ല? അത് ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം റിവേഴ്സ് വാദഗതിയാ. അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് നിയമത്തിന്റെ എല്ലാ ഹസ്തങ്ങളും നീട്ടിയ ഒരു ഗവൺമെന്റ് ഇപ്പം ഞാൻ പറഞ്ഞൊരു വാക്കിനെ പിടിച്ചോണ്ട് ഇപ്പൊ തന്റെ ഇടമുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത്. അന്ന് നിങ്ങൾ കാണിച്ച തന്റെ ഇടമാണെങ്കിൽ ആ തന്റെ ഇടം ഇപ്പോഴും എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ആ തന്റെ ഇടം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഗണിക്കാൻ പറ്റും? അന്ന് നിങ്ങൾ അറസ്റ്റ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും അതൊരു പരാതിക്ക് പോലും കാത്തു നിൽക്കാതെ കേസെടുക്കണമെന്ന് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടും പരാതി കിട്ടും വരെ നോക്കിയിരുന്നു. കിട്ടി ദിവസങ്ങൾക്ക് ശേഷം കേസെടുത്തിട്ടും അറസ്റ്റില്ല.
അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ കൊണ്ട് അദ്ദേഹം കോടതിയിൽ കയറി ഇറങ്ങുന്നു. ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല. അന്ന് കാണിച്ചത് തൻ്റെ ഇടമാണെങ്കിൽ ഇപ്പോൾ തൻ്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണ്? അജിംസ് പറഞ്ഞതിനകത്തൊരു സാങ്കേതിക ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു ഹൈന്ദവ സമ്മേളനത്തിലാണ് അദ്ദേഹം വിഷലിപ്തമായ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം നടത്തി അതിൻ്റെ ടെലികാസ്റ്റിംഗ് ചാനലിലൂടെ നടത്തിയപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പരാതി ലഭിക്കാതെ കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോലീസ് കേസെടുത്തു. നിങ്ങൾ ഒരു രണ്ടാമത്തെ വിഷയത്തിൽ അതും ഉണ്ടായിട്ടില്ല. അത് കേക്ക് അല്ല, ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കുക, അവിടെ എഫ്ഐആർ ഇട്ടോന്നുള്ളവരും. അതാണ് പറഞ്ഞത്, സുമോട്ടോ കേസല്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ചത് സ്വമേധയാ കേസെടുക്കണമെന്നാണ്. ഇവിടെ പരാതി കിട്ടിയിട്ടേ കേസെടുത്തുള്ളൂ ദിവസങ്ങൾ കഴിഞ്ഞ്. പരാതി ഒരു വിഷയം ഉണ്ടായ അന്നേരം തന്നെ ഒരു വ്യക്തി പോലീസ്, അവർ ഒരു സംഘടന, യൂത്ത് ലീഗിന്റെ സംഘടനയാ, ആ ചെറുപ്പക്കാരുടെ പോലീസ് കൊടുത്തു. അപ്പൊ അവര് പുറപ്പെട്ടിട്ട് ഇപ്പൊ എഫ്ഐആർ ഇട്ടോ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നത്. ഒരു ഗവൺമെന്റ് എടുത്തൊരു തീരുമാനം എന്തുകൊണ്ടാണ് എടുത്ത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ എഫ്ഐആർ ഇട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു? അല്ല, വൈകിന്ന് ആര് പറഞ്ഞു? എവിടെ വൈകി? പോലീസിന് അതിൻ്റെതായ നിയമവ്യവസ്ഥകളില്ല. പോലീസ് ചിലപ്പോൾ കാത്തിരിക്കും. PC ജോർജിനെ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് കാത്തിരുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കാത്തിരുന്നില്ല. അദ്ദേഹത്തെ പുലർക്കാല വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇന്ന് അങ്ങനെ പുലർക്കാല അറസ്റ്റ് ഇല്ല. അദ്ദേഹത്തിന് ജാമ്യം തേടാനുള്ള അവസരം ഒരുക്കുന്നു. അന്ന് എന്തുകൊണ്ട് ആ അവസരം അദ്ദേഹത്തിന് കൊടുത്തില്ല? ഇപ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നു? നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ വിശദീകരിക്കുക. അല്ല, ഞാനിത് 1000 പ്രാവശ്യം ഇവിടെ വിശ്വസിച്ചു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നടൻ സിദ്ദിഖിന് ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾ ആരും ചോദിച്ചോ? അത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു മാനദണ്ഡമാണ്. അതൊരു സ്വാഭാവികമാണ്. നടൻ സിദ്ദിഖ് ചെയ്തൊരു ഗ്രേവ് ഒഫൻസ് ആണ്. നടൻ സിദ്ദിഖിനുണ്ടായിരുന്ന പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ഈ കേസുകൊണ്ട് എന്താ ബന്ധിരിക്കുന്നത്? രാഹുൽ നിങ്ങൾ ഒരേ തരം കേസുകളിൽ പല നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരാളോട് തന്നെ 2 തവണ പല നിലപാടുകൾ സ്വീകരിക്കുന്നു. ചോദിക്കുന്നത് അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾ പറയുന്നത് പൂർത്തീകരിക്കാതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്. അജിംസ് വളരെ വിദഗ്ധമായിട്ട് എന്നെ ഒരു തീരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട്. നമ്മൾ ആദ്യമല്ലോ ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സെക്രട്ടേറിയറ്റ് വഴിക്കൽ പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ സ്വതന്ത്ര ഭാരതം ഉണ്ടായപ്പോലുള്ള സംഭവമാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ ഇരിക്കുന്ന ഷാബി അറസ്റ്റ് ചെയ്യപ്പെടാം, റെജിൽക്കോസ് അറസ്റ്റ് ചെയ്യപ്പെടാം രാഷ്ട്രീയത്തിന്റെ പേരിൽ. അതാണ് ഒരു മതവിദ്വേഷം ചെയ്ത ഒരാളുടെ പേരിലുള്ള അറസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പറയൂ, അങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതേസമയം പൊതുമുതൽ നശിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാം, അങ്ങനെയാണോ? അല്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതേ PC ജോർജ് അറസ്റ്റ് ചെയ്തില്ലേ? തിരുവനന്തപുരത്തുള്ള പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വളഞ്ഞു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവാണ്, ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാത്തത്? അതൊക്കെ അവിടെ ഇരിക്കെ അജിംസ്. അതിന്റെ മുമ്പ് വഴങ്ങുന്നവരല്ല കേരള പോലീസും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നും PC ജോർജ് BJPയുടെ ആളായിരുന്നു. അന്ന് PC ജോർജ് BJP മെമ്പർഷിപ്പ് ഉണ്ട്. PC ജോർജിന് അദ്ദേഹത്തിന്റെ മകനും BJPയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ആ തൃക്കാക്കര ഇലക്ഷൻ സമയത്താണെങ്കിൽ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുമെന്നുള്ള ഒന്നും നോക്കാതെ കൊണ്ട് തന്നെ ഈ PC ജോർജിനെ ആ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്താ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ അത് കാണാതെ കണ്ടാണ്. 16 മിനിറ്റ് ആയിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല.